നമ്മളുടെ ക്ലോത്തിങ് ബ്രാൻഡ് മീസെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമാകാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ സ്ഥിര സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ആ ദിവസം മാർച്ച് 16-നാണ് കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, മാർച്ച് മാസം ലാസ്റ്റോട് കൂടി. എന്നാൽ നമ്മളുടെ ചില സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ഇത് അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മാർച്ച് 16-ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഇനി പെരുന്നാൾ വരാനായിട്ട് പോവുകയാണ്, അപ്പൊ കുറച്ചുകൂടെ നേരത്തെ പ്രോഡക്റ്റ് ഒക്കെ തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ മാർച്ച് 16-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ എന്നോട് ഒരുപാട് നാളുകളായിട്ട് ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് ആളുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. 3 രീതിയിലാണ് നമ്മൾ ഡ്രസ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ ഡ്രസ്സ്, സാരി, അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. ഓൺലൈനായിട്ട് വാങ്ങിക്കുക, നമ്മളുടെ വാട്സപ്പ് വഴിയാണ് അപ്ഡേഷൻ നടക്കുന്നത്. ഡെയിലി അപ്ഡേഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തു തരുന്നത് ഈ ഒരു ബിസിനസ്സിന് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. ട്രെയിനിങ്ങിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും പറയും. ലൈവ് സെക്ഷൻ ഉണ്ട്. ലൈവ് സെക്ഷനിൽ ഞാനും ഉണ്ടാവും, എൻ്റെ ബിസിനസ് പാർട്ണറും ഉണ്ടാവും. ഏകദേശം 4 മണിക്കൂറാണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ഇനി ലൈവിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ലൈവിൽ കയറിയ ആളുകൾക്ക് പിന്നീട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ റെക്കോർഡ് ക്ലാസ്സും നൽകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മളോട് വാട്സാപ്പിൽ ചോദിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു 3ാമത്തെ സപ്പോർട്ട് നൽകുന്നത് ഇതാണ്. നമ്മളുടെ ട്രെയിനിങ് എടുത്ത ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഏകദേശം 20-ലധികം വരുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി, ഇപ്പോൾ ഓരോ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 1000-ലധികം മെമ്പേഴ്സ് ഉണ്ട്. അതുവഴിയും പിന്നെ നമ്മളുടെ യൂട്യൂബ് ഒക്കെ വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നൽകുന്നതാണ്. അതുവഴി ലക്ഷക്കണക്കിന് ആളുകളിലോട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നൽകുന്നത് കേട്ടോ. നമ്മളുടെ ട്രെയിനിങ് എടുത്ത മെമ്പേഴ്സിന്റെ ആണ് ഞങ്ങൾ ആ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്തു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സ്റ്റാഫാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത ശേഷം തീർച്ചയായിട്ടും സ്റ്റാഫ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ലൈസൻസ് വേണോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് ലൈസൻസ് വേണ്ട എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിന്റെ കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ലൈസൻസ് മാറി മാറി വരും. ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം ഇടുന്നതിന് പോലും, ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന് ഇടുന്ന പേര് തന്നെയാണല്ലേ ബ്രാൻഡ് നെയിം, അത് ഇടുന്നതിന് പോലും വേറെ ആരെങ്കിലും ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് GST രജിസ്ട്രേഷൻ ആവശ്യമാണ്. പിന്നെ നമ്മളിതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ ഡിയാൻഡോ ലൈസൻസ് ആവശ്യമാണ്. ചെറുകിട വ്യവസായം എന്ന രീതിയിൽ MSME രജിസ്ട്രേഷൻ എടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് ലൈസൻസ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് സംസാരിച്ച് അറിഞ്ഞാൽ മാത്രമാണ് ഏത് ലൈസൻസ് ആണ് വേണ്ടത് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തത്, വീട്ടിൽ തുടങ്ങാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ലൈസൻസും എല്ലാ രജിസ്ട്രേഷൻസും നമുക്ക് നമ്മളുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത്, പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളതാണ്. നമുക്ക് വെറുതെ പ്രോഫിറ്റബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതിന്റെ കാരണം നമ്മൾ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന് എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ ബൂസ്റ്റാഡ്, ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റാഡ് ഒക്കെ വഴി മാർക്കറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിന് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഫീയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ. അത് നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് സ്വന്തം ഇട്ടിട്ടാണോ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മൾ എവിടെ നിന്നാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയിട്ട് പോകുന്നത്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. എനിക്കൊരു മാസം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലും ഈ ഒരു ബിസിനസ് ചെയ്യാം, ഒരു നഷ്ടത്തിലോട്ട് പോകുന്ന രീതിയിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ പ്രൈസ് ഒക്കെ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്ത് ശരിയായ സ്ഥലത്ത് നിന്ന് പ്രോഡക്റ്റ് എടുത്ത് ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. അടുത്തത്, ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ വെറുതെ കുറച്ച് വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ആരും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങില്ല.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി എവിടെ നിന്നാണ് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ എവിടെ നിന്നാണ് റേറ്റ് കുറച്ച് കിട്ടുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഷോപ്പിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. വിറ്റ് പോകാത്ത ഐറ്റംസ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ വിറ്റ് പോകാത്ത ഐറ്റംസ് നമുക്ക് അങ്ങനെ അധികമായിട്ട് വരാറില്ല. നമ്മൾ അതിന് ചില ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയെല്ലാം നമുക്ക് ഈ വിറ്റ് പോകാത്ത ഐറ്റംസ് നമുക്ക് ക്ലിയറൻസ് സെയിലിനൊക്കെ ഇട്ട് വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഏത് കാറ്റഗറി പ്രോഡക്റ്റ് ആണ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രോഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രോഫിറ്റ് നോക്കിയല്ല കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കാറ്റഗറി പ്രോഡക്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയുന്നത്? ഇപ്പൊ സാരിയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഒരു സാരി ബിസിനസ് ചെയ്യാം. ചുരിദാറിനെ പറ്റിയാണ് അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുരിദാർ ബിസിനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് കാറ്റഗറി പ്രോഡക്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയുന്നത് ആ ഒരു കാറ്റഗറി ഐറ്റം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് പ്രൈസ് എങ്ങനെ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ. എനിക്ക് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് റീറ്റെയിൽ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ഹോൾസെയിൽ പ്രൈസ് പ്ലസ് നമ്മുടെ പ്രോഫിറ്റ് പ്ലസ് അതർ എക്സ്പെൻസ് എന്നുള്ള ഒരു ഫോർമുല വെച്ചിട്ടാണ്. അതിന്റെ ഡീറ്റെയിൽഡ് സെക്ഷൻ നമ്മളുടെ ഒരു ട്രെയിനിങ്ങിനകത്ത് ഉണ്ട്. അതിന് നമ്മൾ എന്തെല്ലാം സപ്പോർട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡ്രസ്സ് ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ നിർത്തിയിട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ലൊരു ബിസിനസ് ആണ് കേട്ടോ. എന്നാൽ അത്യാവശ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കി, ഞാൻ ഒരിക്കലും റിസ്ക് ഇല്ല എന്ന് പറയില്ല. നമ്മൾ ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ. എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് അവൈലബിൾ ആണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സിന് നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ബൈ.